ഞാനിപ്പോൾ ഇന്നുള്ളത് വള്ളിക്കുന്ന് മണ്ഡലം ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി അസീസ് കടലുണ്ടിയോടൊപ്പമാണ്. എന്തൊക്കെയാണ് പ്രതീക്ഷകള്? അത്യാവശ്യം വോട്ട് എന്തായാലും പിടിക്കും. കാരണം ഞങ്ങൾ അതിനനുസരിച്ചുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ നിൽക്കുന്നത് എനിക്ക് വോട്ടുള്ള കടലുണ്ടി നഗരം ഫിഷറീസ് സ്കൂളിന്റെ അടുത്താണ്. അതിലെ 134 നമ്പർ ബൂത്തിൽ ഞാൻ ഇന്ന് രാവിലെ വോട്ട് ചെയ്തു. പിന്നെ എന്റെ കൂടെയുള്ളത് പിന്നെ നമ്മുടെ മലപ്പുറം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കൂടിയായ കമറുദ്ദീൻ പാണമ്പ്ര, നമ്മുടെ ഉറ്റ സുഹൃത്ത് നൗഫൽ ചെറി എന്നിവരും കൂടെ ഉണ്ട്. അത്യാവശ്യം പിന്നെ ഒരു ഓളം ഉണ്ട്. പിന്നെ പല ആളുകളും വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് ഈ പൈസ കൊടുത്തിട്ട് വോട്ട് വാങ്ങുന്ന അങ്ങനെ അല്ലെങ്കിൽ വല്ല സമ്മാനങ്ങളോ മറ്റുള്ള ഓഫറുകളോ കൊടുത്തുള്ള ആ രീതിയിലേക്കൊന്നും ഞങ്ങൾ പോയിട്ടില്ല. ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു. ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഒരുപാട് കോളുകൾ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഇലക്ഷനോടനുബന്ധിച്ച് എല്ലാ പാർട്ടിക്കാരും പൈസ കൊടുത്തിട്ടാണ് ആളുകളെ വോട്ട് ചെയ്യിപ്പിക്കുന്നത് എന്നുള്ള സത്യത്തിലൊരു ശരിയുള്ള ഒരു പരിപാടിയല്ല. അത് അക്കാര്യത്തില് എനിക്കൊരു വിയോജിപ്പുണ്ട്. എല്ലാ പാർട്ടികളും അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു സാധനം എനിക്കില്ല. എല്ലാ പാർട്ടിക്കാരും എന്ന് പറഞ്ഞാല് ജനങ്ങൾ ആ ഒരു രീതിയിലേക്കാണ് പോകുന്നത്. അതായത് ഒരുവിധം പാർട്ടിയിൽ നിന്നുള്ള ആളുകളൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ ചോദിക്കുന്നതല്ല, ഞങ്ങൾ വോട്ട് മറച്ചു തരാം എന്തെങ്കിലും തരുമോ എന്നുള്ള രീതി ഉണ്ടല്ലോ. അപ്പൊ അതിന് ഞങ്ങൾ എന്തായാലും അനുകൂലിക്കുന്നില്ല. കാരണം ഒരു ജനാധിപത്യത്തിനെ ഒരു ഹനിക്കുന്ന ഒരു രീതിയാണല്ലോ അത്. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു രാജകീയമായിട്ടുള്ള എൻട്രി മൊത്തത്തിൽ ഇന്ത്യയിൽ മൊത്തം ഉണ്ടായിരുന്നു. ഇപ്പൊ സിആർ നീലകണ്ഠൻ സാറിനെ പോലെയുള്ള ആളുകള്, പരിസ്ഥിതി പ്രവർത്തകരും ഒക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പാർട്ടി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം അവരൊക്കെ പറഞ്ഞ കാര്യം എന്താ വെച്ചാല് വേറൊരു തലത്തിലാണ് പാർട്ടി പ്രവർത്തിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആളുകളെ കോണ്ടാക്ട് ചെയ്യാൻ ഇവർക്ക് സാധിക്കില്ല. പക്ഷെ ഇവിടുത്തെ പാർട്ടിക്കാരായിക്കൊള്ളട്ടെ, ഇടതായിക്കോട്ടെ വലതായിക്കൊള്ളട്ടെ, അവരുടെ മുതിർന്ന നേതാക്കളെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കൊണ്ടാണ് മുൻപുണ്ടായിരുന്ന ആ തരംഗം ഒഴിവായി പോയത് എന്നാണ് പറയുന്നത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അല്ല, അങ്ങനെയൊന്നുമില്ല. കൂടുതൽ നമ്മളെ പാർട്ടി ഒഫീഷ്യൽക്കാര് നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കമറുദ്ദീൻ പറയും. ഞാൻ കമറുദ്ദീൻ പാണമ്പ്ര, ജില്ലാ ജോയിന്റ് സെക്രട്ടറിയാണ്. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയായ ഒരു സംശയങ്ങളൊന്നും അല്ല. യഥാർത്ഥത്തില് ആം ആദ്മി പാർട്ടി തുടക്കത്തില് ഒരു ഹൈപ്പ് ഉണ്ടാക്കി എന്നതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കാനോ അതിന് പിന്നിൽ നിൽക്കുന്നവർക്കോ കാര്യമായിട്ടൊന്നും ഇങ്ങനെ വലവീശി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലില്ല എന്ന പരിപൂർണ ബോധ്യം ഈ രാഷ്ട്രീയ പാർട്ടിയോടൊപ്പം വർഷങ്ങളോളം പ്രവർത്തിച്ച ആൾക്കാർക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. ഞങ്ങളൊക്കെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് ഈ പ്രസ്ഥാനം ഉണ്ടാക്കുന്നത്. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു നന്മയുള്ള പ്രസ്ഥാനം ഈ നാട്ടിൽ വരിക എന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ 10-12 വർഷമായിട്ട് ആം ആദ്മി പാർട്ടിയോടൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം ഒരു 4-5 ലക്ഷം രൂപയൊക്കെ ഞാനും ചെലവാക്കി കഴിഞ്ഞിട്ടോ. അപ്പോ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ രാഷ്ട്രീയ പാർട്ടി ഇവിടെ വേണോ എന്ന് തീരുമാനിക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങളാണ്. കാരണം ഇത് ജനങ്ങൾക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ്. അതല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണം കിട്ടുന്ന കാര്യമാണെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ഓടിപ്പാടി വന്ന് ഇവിടെ പാർട്ടി ഉണ്ടാക്കാനൊക്കെ ചിലപ്പോ ശ്രമിച്ചെന്ന് വരും. കാരണം ഇവിടെ അരവിന്ദ് കെജ്രിവാളിനായാലും ശരി, താഴെ തട്ടിലുള്ള ഒരു പ്രവർത്തകനായാലും ശരി, വ്യക്തിപരമായിട്ട് അവർക്കൊരു നേട്ടം ഇല്ലാത്തൊരു കാര്യമാണ്. ഇത് നാടിന് ഗുണത്തിലുള്ള ഒരു സന്നദ്ധ പ്രവർത്തനം. ഓക്കെ, ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം രണ്ട് മുന്നണികളാണെങ്കിലും ഇപ്പൊ ഇന്ത്യയിലെ ലീഡിങ് നിൽക്കുന്ന ഹെൽത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, അതുപോലത്തെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിക്കൊള്ളട്ടെ, ഈ രണ്ട് മുന്നണികളും ഏറ്റവും നന്നായിട്ട് ഭരിച്ചൊരു സംസ്ഥാനം. ഈ രണ്ട് മുന്നണികളുടെയും എന്താ പറയാ ക്രിയാത്മകമായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഈ രണ്ട് മേഖലയും ഉയർന്നു നിൽക്കുന്നത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇനി എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ സാധിക്കുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് മാറ്റം വരുന്നതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഓക്കെ, നല്ലൊരു ചോദ്യവും ആണ്, അല്ലെങ്കിൽ ഒരു സംശയമാണ് പങ്കുവച്ചിട്ടുള്ളത്. കാരണം നിലവിലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെയാണ് കേരളത്തിനെ മാറി മാറി ഭരിച്ചിട്ട് ഈ രീതിയിലുള്ള മറ്റുള്ള സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് ഒരു നിലവാരമുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചത് എങ്കിൽ കൂടി തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ കേരളം ഉയർന്നു നിൽക്കുന്നു എന്നല്ലാതെ ഇന്ത്യയിലെ മൊത്തം വിഭവങ്ങളുടെയും മനുഷ്യശേഷിയുടെയും അടയ്ക്കുന്ന നികുതിയുടെയും വാല്യൂ വെച്ച് നോക്കുന്ന സമയത്ത്, ആളോഹരി വരുമാനം വെച്ച് നോക്കുന്ന സമയത്ത് കേരളം എത്രയോ വളരെ മുന്നോട്ട് പോകും. കേരളം അടക്കമുള്ള മുഴുവൻ സംസ്ഥാനങ്ങളും തന്നെ വളരെ ഒരു സമ്പന്നമായ ഒരു സാഹചര്യത്തിലേക്ക്, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഒരു കുറവുമില്ലാത്ത
ഒരു സംസ്ഥാനമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളും മാറേണ്ട കാലഘട്ടം ഈ 10-75 വർഷത്തിനുള്ളിൽ കടന്നു പോയിട്ടുണ്ട് എന്നതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അതിന്റെ കുറവ് എന്താണെന്ന് മനസ്സിലാവില്ല. നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടുത്തെ വിഭവ മൂല്യങ്ങളും വെച്ച് വിലയിരുത്തുമ്പോൾ മാത്രമേ നമുക്ക് സംഭവിക്കുന്ന മൂല്യക്കുറവ് എന്താണെന്ന് തിരിച്ചറിയുള്ളൂ. അതിന് വെറും 10 വർഷത്തെ ഭരണം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി കാണിച്ചു കൊടുത്തത് എന്താ വെച്ചാൽ, വെറും 10 വർഷത്തെ ഭരണം കൊണ്ട് ഈ രീതിയിൽ ജനങ്ങൾക്ക് ഒരു മാസത്തെ ജീവിത ചെലവിലേക്ക് ഒരു 18,000-20,000 രൂപയോളം ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിൽ, അത് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നുണ്ടെങ്കിൽ, മാത്രമല്ല ഈ അടിസ്ഥാന വികസനങ്ങളും സൗകര്യങ്ങളും ഡൽഹിയിൽ പറഞ്ഞ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് മൊഹല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെ പറ്റി പറയാം. എന്താണ് മൊഹല്ല ക്ലിനിക്ക് എന്ന് പറയുന്നത്? 200 ചില്ലാൻ ടെസ്റ്റുകൾ വരെ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്ന, ഏതൊരാൾക്കും കയറി ചെന്നിട്ട് അവനവന്റെ തൊട്ടടുത്ത് പ്രദേശത്ത് ചെന്നിട്ട് ചികിത്സ നേടി പോകാവുന്ന സാഹചര്യമുണ്ട്. അവിടെ സർജറി അല്ലാത്ത എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് എന്നതാണ് അതിന്റെ ഏറ്റവും വലിയ മികച്ച കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ ആ ഒരു സംസ്ഥാനത്ത് 10 വർഷം കൊണ്ട് നേടാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, സംസ്ഥാനത്തിന് പൊതുകടം അടച്ചു വീട്ടിയിട്ട് 3,200 കോടിയോളം രൂപയിലേക്ക് കുറച്ചു കൊണ്ടുവന്നു എന്ന് പറയുന്ന കാര്യം ചെറിയ കാര്യമൊന്നല്ല. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ മലപ്പുറത്ത് എത്ര പ്രവർത്തകരുണ്ട്? മലപ്പുറത്ത് ഞങ്ങൾക്ക് പാർട്ടി മെമ്പേഴ്സ്, ഞങ്ങൾക്ക് മണ്ഡലം കമ്മിറ്റികൾ സജീവമാണ്. അതേപോലെ തന്നെ പല പഞ്ചായത്ത് കമ്മിറ്റികളും സജീവമാണ്. മുഴുവൻ പഞ്ചായത്ത് കമ്മിറ്റികളും സജീവമാണെന്ന് പറയുന്നില്ല, വാർഡ് കമ്മിറ്റികൾ വരെ എത്തിയ സ്ഥലങ്ങളും ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള രാഷ്ട്രീയ ബലാബലങ്ങളുടെ ഇടയിൽ ആം ആദ്മി പാർട്ടിയുടെ സ്പേസ് എന്താന്ന് വെച്ചാൽ, നിലവിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ജയിക്കാനും തോൽക്കാനും സാഹചര്യം ഒരുക്കുന്ന ഒരു 35% ജനവിഭാഗങ്ങൾ ഇവിടെയുണ്ട്. ആ 35% ജനവിഭാഗങ്ങളുടെ ഉറച്ച പിന്തുണ ഉണ്ടെങ്കിൽ തന്നെ ആം ആദ്മി പാർട്ടിക്ക് മറ്റേത് രാഷ്ട്രീയ പാർട്ടിയേക്കാളും മികച്ച രീതിയിൽ ഇവിടെ വളരാനാകും. പിന്നുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാലേ, ഇപ്പൊ കേന്ദ്ര സർക്കാർ നിങ്ങളെ വേട്ടയാടുന്നു എന്നുള്ള പരാതി ഉണ്ടോ? ശരി, തീർച്ചയായും. അത് ഞങ്ങളെ മാത്രമല്ല മുഖ്യമന്ത്രിയെ ജയിലിൽ അടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. തീർച്ചയായും സിസോദി അല്ലേ അടക്കമുള്ള നേതാക്കളെ പിടിച്ചുകൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായി. അതെ, പിന്നീട് കോടതി വെറുതെ വിടുകയും ചെയ്തല്ലോ. അപ്പം അതിന്റെയൊക്കെ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പൊ നിലവിൽ? ഇപ്പൊ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ, ശ്വാസം മുട്ടിക്കുന്നുണ്ടോ കേന്ദ്ര സർക്കാർ? ഓക്കെ, തീർച്ചയായും. അത് പൊതുവെ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന BJP സർക്കാരിന്റെ, നരേന്ദ്രമോദി സർക്കാരിന്റെ നിലവിലുള്ള നയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവര് ഈ പറഞ്ഞ GSTയുടെ മുകളിൽ എല്ലാ ഫണ്ടും നികുതിയായിട്ട് പിരിച്ചെടുത്തിട്ട് അതിന്റെ മുകളിൽ അവര് സെൻട്രലൈസ് പോയിന്റിൽ നിന്നുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതങ്ങൾ ന്യായമായി കൊടുക്കാതെ അവരെ വളരെ സാമ്പത്തികമായിട്ട് പീഡിപ്പിക്കുക എന്ന രീതിയിലുള്ള ഒരു നയം സ്വീകരിച്ചു വരുന്നതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് അവർക്ക് എതിരാളികളായിട്ടുള്ള ഒറ്റയ്ക്കും അല്ലാതെയും ഒക്കെയുള്ള രാഷ്ട്രീയ പാർട്ടികളെ മുഴുവൻ കടന്നാക്രമിക്കുന്നുണ്ട്. എന്നാൽ ഡൽഹിയിലെ സാഹചര്യത്തിൽ ആം ആദ്മി പാർട്ടിയുടെ അരവിന്ദ് കെജ്രിവാളിനെയും ദേശീയ നേതൃത്വങ്ങളെയും ഒക്കെ ജയിലിൽ അടക്കുന്നവരെയുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനേക്കാൾ അവർ ഭയപ്പെടുന്നത് ആം ആദ്മി പാർട്ടിയാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ്. ഓക്കെ, അസിസ്ക, എന്താണ് പറയാനുള്ളത് അവസാനമായിട്ട്? വോട്ടർമാരോടും ഒക്കെ പറയാനുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയാമോ? അല്ല, വോട്ടർമാരോട് പറയാനുള്ള ജനാധിപത്യപരമായിട്ടുള്ള നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും വോട്ടവകാശം ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഈ ചിഹ്നം നോക്കി കുത്തുന്ന പഴയകാല സമ്പ്രദായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പൊ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ എന്തൊക്കെ പോരായ്മകളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പോരായ്മകൾ, ഞാൻ KDF എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ്. അപ്പൊ അതിനോടനുബന്ധിച്ച് ഒരുപാട് യാത്രകൾ നടത്താറുണ്ട്. അതുപോലെ തന്നെ വള്ളിക്കുന്ന് മണ്ഡലത്തിലും അതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലൊക്കെ ഒരുപാട് യാത്രകൾ പല രീതിയിൽ നടത്താറുണ്ട്. പോരായ്മകൾ പറയുകയാണെങ്കിൽ എല്ലാം പോരായ്മകൾ തന്നെയാണ്. ഇപ്പൊ നമ്മൾ ഈ നിൽക്കുന്ന ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡിന്റെ ഇപ്പം ഈ ഭാഗങ്ങൾ ഒരുവിധം ഭാഗങ്ങളൊക്കെ കയ്യേറിയിട്ടുള്ള ഭാഗങ്ങളാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഈ റോഡ് ഞങ്ങൾ ഓൾറെഡി പരാതി കൊടുത്തിട്ടുണ്ട്. ഇത് ഇവിടുന്ന് സ്ട്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന ശേഷം ഞങ്ങൾ ഇതിന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പണി പിന്നെ പൂർണ്ണമായിട്ട് പൂർത്തീകരിച്ചെന്ന് പറയാനായിട്ടില്ല. കാരണം ഇനി ഡ്രെയിനേജിന്റെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കടലുണ്ടിയിൽ നിന്ന് പരപ്പരങ്ങാടി വരെ ഞാൻ ഈ റോഡ് പണി നടക്കുന്ന സമയത്ത് അതിന് കൂടെ നടന്നു പോയിട്ടുണ്ട്. കാരണം അവർ എത്ര ജില്ലി മിക്സ് ചെയ്യുന്നുണ്ട്, ടാർ മിക്സ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു വരുന്നത്, നിങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഇവിടെ പോരായ്മയുണ്ട്. കാരണം ഇവിടെ നിന്ന് ആക്സിഡന്റ് ഉണ്ടാവുകയും, കാരണം ഇതൊരു വളവാണ്, ഒരു പ്രത്യേക ഒരു വളവാണ്. അറിയാതെ നമ്മൾ ബൈക്കായിട്ട് വരുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു പോകുന്ന ആളുകളിലേക്ക് ചായ്ന്നു പോകുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. ഇതിന്റെ പിറകിൽ തന്നെ ഏകദേശം 50 വർഷത്തിന് മേലെയായിട്ട് ഉപയോഗിക്കാത്ത
ഒരു കെട്ടിടം ഉണ്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കെട്ടിടം, ഫിഷ് ലാൻഡിംഗ് എന്നാണ് ഇതിന് പറയാറുള്ളത്. ആ കെട്ടിടം 50 വർഷത്തിന് മേലായിട്ട് അങ്ങനെ കിടന്നിട്ട് ഇവിടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ച് വെക്കാൻ മതി. അതിന് ഒരു 3 മാസം മുന്നേ ഞാൻ അതിന് കംപ്ലൈന്റ് കൊടുത്തു. തിരുവനന്തപുരത്ത് പോയിട്ട് മന്ത്രി സജി ചെറിയാന് കംപ്ലൈന്റ് കൊടുത്ത് അത് പൊളിക്കാനുള്ള ഉത്തരവ് വാങ്ങിച്ചു. 2 ആഴ്ച പിന്നെ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകൾ വന്ന് നോക്കി പോയിട്ടുണ്ട്. അവരത് പൊളിച്ച് അപ്പൊ ഒരു നിഷ്ക്രിയത്വം ഉണ്ട്. പിന്നെ സിസ്ക ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ 1-2 കാര്യം കൂടെ പറയാം. കടലുണ്ടി പാലം വന്നിട്ട് ഏകദേശം 15 വർഷം കഴിഞ്ഞു. ആ കടലുണ്ടി പാലത്തിന്റെ സമാന്തര റോഡ്, സർവീസ് റോഡ്, ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഭാഗമാണ്. ആ റോഡിന്റെ പണി ഇന്ന് വരെ നടത്തിയിട്ടില്ല. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. 1-2 കാര്യങ്ങൾ. ഒരു മണ്ഡലം, ഒരു പഞ്ചായത്തിൽ ഒരു വാർഡ് എടുത്തു നോക്കിയാൽ പോലും അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. നിലവിലെ സാമ്പ്രദായ രാഷ്ട്രീയക്കാർ ചെയ്യാറുള്ളത് വല്ലപ്പോഴും ഒരു റോഡ് പണി നടത്തും, പിന്നെ ലൈറ്റ് വിട്ട് കഴിഞ്ഞാൽ എല്ലാം ആയി. ഇത്രയും കാലം ജനങ്ങളുടെ വിചാരം റോഡ് കൊണ്ടും എല്ലാം ആയി എന്നുള്ളതാണ്. ഇപ്പൊ എന്താണ്, ആകെ ഒരു 100 രൂപയുടെ ലൈറ്റ് കൊണ്ട് എല്ലാം ആകും എന്നുള്ളൊരു ധാരണയാണുള്ളത്. അപ്പൊ അതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ പലതും കാണാറുണ്ട്. അവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. അതുപോലെ തന്നെ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് RTI ഒക്കെ ഒരുപാട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും, വിവരാവകാശം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ജനങ്ങളൊന്നും അത് അറിയുന്നില്ല. ഉദാഹരണത്തിന് ഒരു വാർഡ് മെമ്പറോ ഒരു MLA പറയുകയാണ്, ഓക്കെ നിങ്ങളെ റോഡിന്റെ ഫണ്ട് പാസ്സായിട്ടുണ്ട്, അടുത്ത ആഴ്ച പണി നടക്കും, അടുത്ത മാസം പണി നടക്കുന്നുണ്ട് പറഞ്ഞാൽ അതവർ വിശ്വസിക്കുക എന്നല്ലാതെ ഒരു RTI വെച്ചിട്ട് അത് എന്നാണ് വർക്ക് നടക്കുന്നത്, അതിന് ഫണ്ട് പാസ്സായിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ പോലും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, എല്ലാവിധ ആശംസകളും. ഒരുപാട് കാര്യമായിട്ടുള്ള അതുപോലെ തന്നെ ഞാൻ കൂട്ടുമുച്ചി മദ്യവിരുദ്ധ സമിതിയുടെ കോർഡിനേറ്റർ കൂടിയാണ്. ഇന്നലെ എന്താ സംഭവിച്ചതാണ് കാണാൻ, ഇന്നലെ അവിടെ പിന്നെ മദ്യഷോപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമാന്തര ഷോപ്പ് ഉണ്ട് അവിടെ. ആ ഷോപ്പ് തുറന്ന് അവിടുന്ന് മദ്യം കാരണങ്ങൾ വിതരണം ചെയ്യുന്നത് കംപ്ലൈന്റ് ആയിട്ട് ആളുകൾ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ എത്തുകയും ഞാനും നമ്മുടെ കമറുദ്ദീൻ ഇലക്ഷന്റെ പ്രോട്ടോകോൾ പ്രകാരം, കാരണം ഇന്നലെയും ഇന്നും എന്ന് പറഞ്ഞ ഇലക്ഷന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പ്രോട്ടോകോൾ ഉള്ള സമയമാണ്. ബാർ ഇന്നലെ ഇന്നും തുറക്കാൻ പാടില്ല. അവിടുന്ന് മദ്യ വിതരണവും കാര്യങ്ങളൊക്കെ നടത്തി ഞങ്ങൾ വന്നു. ഞാൻ അവിടുന്ന് പോലീസിനെ വിളിച്ചു. ഇലക്ഷൻ ഞാൻ പിന്നെ SP യെയും അതുപോലെ തന്നെ DYSP യെയും പിന്നെ മറ്റുള്ള സമാന്തരമായിട്ട് പറയുമ്പോ ഏതെങ്കിലും കൊടുക്കുകയാണ്. സാധാരണഗതിയിലെ ഒരു ബീവറേജിനോട് ചേർന്നിട്ട് ബീവറേജിന്റെ കോമ്പൗണ്ടിൽ വേറെ സ്ഥാപനം ഉണ്ടാവാറില്ല. ഇവിടെ എന്ന് പറഞ്ഞ എനിക്കാണെങ്കിൽ ഈ ബിൽഡിംഗ് ഓണർ തന്നെ ഒരു റൂം ബീവറേജിന് കൊടുക്കുന്നതിന് മുന്നേ അവരുടെ പേരിലാക്കി വെച്ചിട്ടുണ്ട്. ഈ സ്ഥാപനത്തിന് 1 വർഷം മുന്നേ തന്നെ ലൈസൻസ് എക്സ്പയർ ആയി എന്നുള്ളത് ഞാൻ 2 ആഴ്ച മുന്നേ വിവരാവകാശ പ്രകാരം അത് എടുത്തിട്ട് പഞ്ചായത്തിനും മറ്റുള്ള അധികാരികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് പൂട്ടുന്നതിനുള്ള നടപടികളൊന്നും എടുത്തിട്ടില്ല. ഇന്നലെ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഞങ്ങൾ പോലീസുകാർ നോർമൽ FIR ഇടാനാണ് നിന്നിരുന്നത്. അതുപോലെ തന്നെ എക്സൈസ് അവിടുന്ന് വന്ന സമയത്ത് ഒന്നും കണ്ടെത്തിയിട്ടില്ലായിരുന്നു. ഞങ്ങൾ എല്ലാ ഭാഗം ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ബാറിന്റെ പുറകെ വശത്ത് നിന്നും കുറച്ച് മദ്യമടങ്ങിയ കുപ്പികൾ അവിടെ നിന്ന് ലഭിക്കുകയും അവസാനം അവർ കേസ് എഴുതാൻ വേണ്ടി പ്രയാസപ്പെടുന്ന സമയത്ത്, കേസ് എടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് പോലും ഞങ്ങളത് ROയെ കൊണ്ട് വിളിപ്പിച്ച ശേഷം RO ടീം, ഇലക്ഷൻ ടീം ഉണ്ടായിരുന്നു അവിടെ, ഫയർഫോഴ്സ്, ഇലക്ഷന്റെ പിന്നെ ഫ്ലൈങ് സ്ക്വാഡ് ഉണ്ടായിരുന്നു, അവരെ കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു തന്നെ അവസാനം ആ സ്ഥാപനം അവിടുന്ന് പൂട്ടി. ഇപ്പൊ നമ്മൾ പറയുന്ന സമയത്ത് ആക്സിഡന്റ് ഉണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ സാധാരണഗതിയിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ഈ റോഡിന്റെ ഒരു പ്രശ്നമാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് എനിക്ക് ഈ ക്യാമറ അങ്ങോട്ട് കൊണ്ടുപോയി മനസ്സിലാക്കാം. ഈ റോഡ് ഇവിടെ വളഞ്ഞിട്ടാണ് വരുന്നത്. സത്യത്തിൽ ഇത് PWD, നമ്മൾ നിന്ന് സംസാരിക്കുന്ന സ്ഥലം PWD സ്ഥലമാണ്. ഇവിടേക്ക് ആളുകൾ ഇറക്കി കെട്ടിയിട്ടുള്ളതാണ്. ഇത് റീസർവേ നടത്തിയ ശേഷം ഇതിന്റെ ഡ്രെയിനേജിന്റെ പണി നടത്തിയാൽ മതി എന്ന് ഞാൻ ഓൾറെഡി കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾ പരാമർശിക്കുക. ചുരുക്കി പറഞ്ഞ ഇന്നലെ പിന്നെ അതുപോലെ തന്നെ കോഹിനൂറിലുള്ള ഒരുപാട് ഹൈവേയിലുള്ള ഒരുപാട് റോഡിന്റെ ഇഷ്യൂസുകളുണ്ട്. ഹൈവേയിലെ 95% ബോർഡുകളും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളാണ്. ഉദാഹരണത്തിന് നിങ്ങൾ വെളിമുക്ക് എന്ന് പറഞ്ഞത് വെള്ളിമുഖു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതായത് പല സംഭവങ്ങളും നമ്മുടെ ഹൈവേയിലുള്ള നാഷണൽ ഹൈവേയുടെ 95% ബോർഡുകളും റോങ് ആണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ആളുകൾ യാത്ര ചെയ്യുന്നത് റോങ് ആയിട്ടാണ്. അതായത് ഇടതുവശം ചേർന്ന് പോകേണ്ട വണ്ടികൾ വലതുവശം ചേർന്നാണ് പോകുന്നത്. സാറടക്കം വരുന്ന ആളുകൾക്ക് അറിയാം അവിടുന്ന് യാത്ര ചെയ്യുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ കോഹിനൂറിൽ അണ്ടർപാസിന്റെ വിഷയത്തില് പിന്നെ ഓൾറെഡി കോടതി കോഹിനൂർ അണ്ടർപാസ് വിഷയത്തിൽ ഞാൻ ഹൈക്കോടതിയിൽ കംപ്ലൈന്റ് കൊടുത്ത് ഇപ്പൊ അത് സുപ്രീം കോടതിയിലാണ് ഉള്ളത്. അതിന് വേണ്ടിയിട്ടും പരാമർശിക്കുന്നുണ്ട് അത്യാവശ്യ കാര്യങ്ങൾ. ഓക്കെ, നമ്മുടെ പേജും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറയാം. തീർച്ചയായിട്ടും. ശരി, നോക്കാം, ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ശരി.